വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. സങ്കീർത്തനം 6:9. ഭൂമിയുടെ രക്ഷാകവചമാണ് ഓസോൺ. അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ അളവിലുള്ള വാതകമാണിത്. സൂര്യനിൽ നിന്ന് വരുന്ന അപകടകരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ ഒരു ഭാഗം ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നു. അങ്ങനെ അവ ഭൂമിയിലെത്താതെ ഭൂമിയെ സംരക്ഷിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിൽ യേശു കടലിനെ ശാന്തമാക്കുന്ന രംഗം നാം വായിക്കുന്നു. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അവൻ തുടർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? മർക്കോസ് 4:35. പ്രതിസന്ധികളിൽ നമ്മെ താങ്ങി നിർത്തുന്ന രക്ഷാകവചമാണ് വിശ്വാസം. ലോകത്തിൻ്റെതായ എല്ലാ പരീക്ഷണങ്ങളിലും നമുക്ക് താങ്ങാകുന്നത് നമ്മുടെ രക്ഷകനുള്ള അടിയുറച്ച വിശ്വാസമാണ്. ജീവിതത്തിൽ സുഖലോലുപതയും ആർഭാടവും ഏറുമ്പോൾ മനുഷ്യൻ ദൈവത്തെ വിസ്മരിക്കുന്നു. അപ്പോൾ വിശ്വാസമാകുന്ന ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാകുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും അടിക്കടി പിടിമുറുക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിക്കും. അപ്പോൾ അവിടുന്ന് ശിഷ്യരോടും കടലിനോടും പറഞ്ഞതുപോലെ നമ്മോടും പറയും, അടങ്ങുക, ശാന്തമാകുക. ഈ ലോകക്കടലിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഏക രക്ഷകനെ ശരണം ഗമിക്കാം. അവിടുന്ന് നമ്മുടെ രക്ഷാകവചമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. ഞങ്ങളുടെ രക്ഷകനായ യേശുനാഥ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അങ്ങയിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ, IMS അമ്മേ, അങ്ങയുടെ സഹായം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവമഹത്വത്തിലേക്ക്.